ഇപ്പോൾ സിനിമ പോലെ തന്നെ ഏറ്റവും കൂടുതൽ വൈറലായത് ബിഗ് ബോസിലെ അനീഷ് എന്ന ഒരു കണ്ടസ്റ്റന്റ് വോയിസ്. അത് പഠിക്കാൻ എത്ര ദിവസം എടുത്തു? അത് പഠിച്ചതൊന്നുമല്ല, അത് ആ സ്റ്റേജിൽ വെച്ചിട്ട് നമ്മുടെ സ്പോട്ടിൽ വെച്ചിട്ട് ചെയ്തൊരു സാധനമാണ്. സ്പോട്ടിൽ അടിച്ചതാ? സ്പോട്ടിൽ അടിച്ചത്. കാരണം നമുക്ക് കേട്ടറിവുണ്ടല്ലോ. അതായത് ഇത് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ചുമ്മാ പറയാറൊക്കെ ഉണ്ട്, കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു, നീ ഇന്നലെയും മീൻ വറുത്തത് വെച്ചു, എനിക്ക് ഇന്ന് വേണ്ടത് ചിക്കൻ ഫ്രൈ ആണ്, എനിക്ക് ഇന്ന് ചിക്കൻ ഫ്രൈ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടൊക്കെ ചുമ്മാ വീട്ടിൽ തമാശക്കൊക്കെ അങ്ങനെ ചെയ്ത് പോകുന്നുള്ളൂ. ഇത് കോളേജിൽ ചെന്നിട്ട് UC കോളേജിലായിരുന്നു. അത് എൻ്റെ വാപ്പ പഠിച്ച കോളേജാണ്. ഓക്കെ, UC കോളേജ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷമുള്ള നിമിഷമാണ് ഇപ്പോൾ. കാരണം വേറെ ഒന്നുമില്ല, എൻ്റെ വാപ്പ പഠിച്ച കോളേജിൽ തന്നെ എനിക്ക് ഒന്ന് ഗസ്റ്റായിട്ട് വന്ന് നിൽക്കാൻ പറ്റുക എന്നുള്ള വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു ബാക്കിലോട്ടൊരു ടൈം ലാപ്സ് എടുത്ത് നോക്കുമ്പോൾ ഇതേ വേദിയിൽ തന്നെ എൻ്റെ വാപ്പ ഒന്ന് മിമിക്രി കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ഫോർവേഡ് ടൈം ലാപ്സ് അടിച്ച് നോക്കുമ്പോൾ മകനായിട്ട് വന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എന്തെങ്കിലും മിമിക്രി കാണിക്കാൻ ട്രൈ ചെയ്യണ്ടേ ഉറപ്പിക്കും. പിന്നെ പിള്ളേർ നല്ല ക്ലാപ്പായിരുന്നു. ആ ഒരു വേദിയെ ഉണർത്തി കേട്ടോ. അതെ എന്താ വെച്ചാൽ അത് ഇപ്പം ഞാൻ അന്വേഷിച്ച് കാണിക്കുമ്പോൾ അത് മൊബൈലിൽ കാണുമ്പോൾ ഇതിൻ്റെ കൊണ്ട് തന്നെയല്ലേ, ശരിക്കും അത് തന്നെയാണ്. പക്ഷെ കോളേജിൽ ഓഡിയൻസിൻ്റെ മുമ്പിൽ കാണിക്കുമ്പോണ്ടല്ലോ ഇവർക്ക് ഡയലോഗ് കേട്ടാൽ മതി. ആ സ്റ്റൈൽ കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു, കണ്ണടച്ച് കിടക്കണത് ഞാൻ കണ്ടു, ഈ സാധനോട് പറയുമ്പോൾ തന്നെ കൈയടി പൊട്ടി. ഇതിപ്പോ അനീഷിന്റെ വോയിസ് ആയിട്ട് യാതൊരു സിമിലാരിറ്റി ഒന്നും ഉണ്ടാവണമെന്നില്ല, എനിക്ക് തോന്നിയിട്ടുണ്ടെന്ന്. അപ്പം അല്ല, അവർക്കും തോന്നിയിട്ടുണ്ടാവും ചിലപ്പോ, അല്ലെങ്കിൽ കൈയടിക്കത്തില്ലല്ലോ. ഇത് ഭയങ്കര കൈയടിയായിരുന്നു. ഇത് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ നിങ്ങൾ പോലുള്ള സുഹൃത്തുക്കളൊക്കെ ഏറ്റെടുത്ത് തന്നെ വൈറലായി. പിന്നെ ഈ കോളേജിൽ ഇപ്പോഴത്തെ കോളേജിൽ പിള്ളേർക്ക് ആവശ്യം എന്ന് പറയണത് ഇപ്പം ആരാണ് ട്രെൻഡിങ്ങിൽ നിൽക്കണത് അതങ്ങോട്ട് ചെയ്യാന്നുള്ളത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കോളേജിൽ നമുക്ക് ടൈം ഉണ്ടായിരുന്നില്ല. ഇത് ഒരു കോളേജ് കഴിഞ്ഞ് അടുത്ത കോളേജിലോട്ട് പോകുന്നു, ഓട്ടമായിരുന്നു. അപ്പം ഈ കോളേജിൽ വന്നപ്പം ഇവിടെ ഞാൻ അനീഷിനെ ഞാൻ കാണിച്ചു. അയ്യോ ഭയങ്കര ഗംഭീര വൈബായിരുന്നു. ഒരു കൊച്ചിയിലുള്ളൊരു കോളേജ്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ഇവർ നമ്മുടെ ഈ നൈറ്റ് റൈഡേഴ്സ് മൂവീസിലെ സഭയുണ്ട്, മീനാക്ഷി ഉണ്ട്, മാത്യു ഉണ്ട്. അപ്പോൾ ഇവർ നമുക്ക് എല്ലാവർക്കും ഒരു ഡാൻസ് കണ്ടാലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങോട്ട് മാറിയിരുന്നു. ഡാൻസ് കണ്ടാലോ എന്ന് പറഞ്ഞു. ഇവർ മറ്റേ കലമാനെ ഇവർ ആ സ്റ്റെപ്പ് ഉണ്ട് ഇങ്ങനെ കളിച്ച്. അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പം മൈക്ക് പിടിച്ചിട്ട് പറഞ്ഞു ഇത് ശരിയല്ല കേട്ടോ, ഇവർ ഇത്രയും പേര് ഡാൻസ് കളിച്ച് എന്നെ ഒന്ന് വിളിച്ചോ, ഇല്ലല്ലോ, ഇതിന് ഞാൻ ശക്തമായി ഞാൻ പ്രതിഷേധിക്കും. എങ്ങനെ? അത് ഞാൻ കളിക്കൂല, പകരം ഞാൻ വേറൊരാളെ ആ വായിച്ച് ഞാൻ കൊണ്ടുവരും. ആരാണെന്നല്ലേ? അടിപൊളിയല്ലേ, പൊട്ടുകച്ചി കോളേജ് സൂപ്പറാണ്. ഇത് കേട്ടതും കോളേജ് ഭയങ്കര കൈയിട്. കാരണം ഇത് പിള്ളേർക്ക് ആവശ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ കോപ്രായം പോലെ ഡാൻസ് കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ അവർക്ക് ഒരു ഉത്സവം. കാരണം അവർ പ്രതീക്ഷിക്കുന്നില്ല ഞാനൊക്കെ ഇത് കാണിക്കൂ എന്നുള്ളൊരു, മറ്റേ ഈ സ്റ്റാർസിന് മാത്രം കാണിക്കുന്ന ആളാണ് എന്നുള്ളതാണ്. അപ്പം ഈ പറഞ്ഞ പുള്ളിക്കാരൻ്റെ മൊബൈലിൽ കാണുമ്പോൾ തന്നെ നമ്മൾ തന്നെ ശരിക്കും പുള്ളിയുടെയൊക്കെ ഇംഗ്ലീഷ് ഉണ്ടല്ലോ, ഇഫ് യു ആസ്ക് മീ സം അതർ ക്വസ്റ്റ്യൻസ് അങ്ങനെയൊന്നുമില്ല. എനിക്ക് ഡെയിലി 10K ഉണ്ടല്ലോ, ഒരു 6000 രൂപ വരെ കിട്ടും. അപ്പോൾ പിന്നെ എൻ്റെ ഡെയിലി ലൈഫ് സൂപ്പറായിട്ട് പോകും. ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു സാധനമൊക്കെ കോളേജിൽ പിള്ളേർക്ക് ഇത് മതി. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതൊന്നും വോയിസ് ഒന്നും കറക്റ്റ് ഒന്നും അല്ല. ഒബ്സർവേഷൻ ഒക്കെ എങ്ങനെ ഇപ്പം നമ്മൾ ഒരു സംഭവം കാണുന്ന സമയത്ത് ഇതിനെങ്ങനെ ടോണൊക്കെ ആക്കി കറക്റ്റ് കൊണ്ടുവരുന്നത്? അത് നമുക്ക് ഇഷ്ടം വേണം അയാളോട്. ആദ്യം അനുകരിക്കുമ്പോൾ ഒരു ഇഷ്ടം വേണം. അനുകരിക്കുമ്പോൾ നമുക്ക് ആദ്യം അയാളോട് ഒരു അട്രാക്ഷൻ തോന്നണം, ഒരു യൂണീക്നെസ്. അത് എനിക്ക് പറ്റുമല്ലോ എന്നുള്ളൊരു സാധനം പിന്നീടാണ് വേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അജിനെ നമുക്ക് ഇഷ്ടമുള്ള ഒരാളാണ്. അജിന്റെ ഇന്റർവ്യൂസ് ഒക്കെ ഇപ്പൊ 2-3-4 കൊല്ലമായിട്ട് ഫ്രെയിമിൽ നിൽക്കുന്ന ആളാണ്. അപ്പൊ നിങ്ങളെ നിൽക്കണമെങ്കിൽ അത് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ നമ്മളും നിങ്ങൾ ഇഷ്ടപ്പെടുന്നു. ഞാൻ പേഴ്സണലി ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ ആങ്കറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുമ്പോൾ ഞാൻ ഇതേപോലെ കോട്ടയം നസീർക്കയുടെ വോയിസ് എടുക്കുക. അതുപോലെ കോട്ടയം നസീർക്കയുടെ വോയിസ് ഇത്തിരി ക്ലാരിറ്റി വന്ന് എങ്ങനെയായിരിക്കും അതുപോലെ ആയിരിക്കും അജിൻ്റെ വോയിസ് തന്നെ. ഇപ്പോൾ കോട്ടയം നസീർക്ക അത് കാണുമ്പോൾ എന്നാ ഉണ്ടോ, ഞാൻ അവിടെ ഇല്ലായിരുന്നു, ദുബായിലായിരുന്നു,
കുറച്ച് ആളായിട്ട് ഫാമിലിയൊക്കെ ഒത്ത് പുറത്തുനിന്ന് പോയതാണ്. ഇത് വോയിസിന് ഇത്തിരി ക്ലാരിറ്റി വന്നത്. എന്റെ ആദ്യമായിട്ട് ഒരാൾ വോയിസ് ചെയ്യാൻ പോയി. വോയിസ് എന്നല്ല ഒരിത്. ബ്രോ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്, എങ്ങനെയാണ് ഈ വോയിസ് ഒക്കെ ഒബ്സർവ് ചെയ്യുന്നത്? പലപ്പോഴായിട്ട് ഞാൻ ചോദിക്കണം എന്ന് ഞാൻ വിചാരിച്ചതാ, എങ്ങനെ ഈ ഹിപ്പോപ്പൊട്ടാമസിനൊക്കെ പിടിക്കുന്നത്? ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സ്ലാങ് ഞാൻ പലപ്പോഴായിട്ട് ഞാൻ വിചാരിച്ചിട്ടുള്ള കാര്യമാണ്. അതെങ്ങനെയാണ്? അപ്പോൾ ഈ ഫുഡും കാര്യങ്ങളും മറ്റുമൊക്കെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യം വരാറുണ്ടോ? ഇങ്ങനെ ഒരു സാധനം ഇടയിലൊക്കെ വന്ന് പോകാറുണ്ട്, കൈയൊക്കെ കെട്ടിയിരുന്നിട്ട്. ഇതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം. ഇത് ഭയങ്കര ഒരു കഴിവല്ലേ ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്? ചെയ്യണവർക്ക് വലിയ കഴിവായിരിക്കും. അതെ, അല്ല അത് എൻ്റെ കാര്യമല്ല, വേറെ ആൾക്കാരുടെ. എന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമാണല്ലോ ഇത് ചെയ്യാൻ. അങ്ങനെ വന്നു പോകുന്ന സാധനങ്ങളൊക്കെയാണ്.